തമാശയ്ക്ക് പോലും കളവ് പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഏണി മതം പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നുണകൾ പറയാൻ പറ്റുമോ അത്രത്തോളം നുണകൾ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഞങ്ങൾ സ്വർഗം തരാമെന്നാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ആദ്യം നിങ്ങൾ കാണുക, അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. അതുപോലെ പെട്രോൾ ഡീസലിന് എന്ന് വേണ്ട എല്ലാ സാധനത്തിനും വില കൂടി നികുതിയാണെന്ന് കരുതിയിട്ട് നമ്മൾ കുടിച്ച് വന്നുണ്ട്. നമുക്കൊരു ഉപകാരമില്ല. അവര് വലിയ മുതലാളിമാർക്കുള്ള ഭരണ പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് ഞാൻ വന്നതാ 10 കൊല്ലമായിട്ട്. അതേമാതിരി ഇപ്പോൾ മറ്റേ നമ്മളെ വാചനങ്ങൾക്കുള്ള ആ പെൻഷൻ കാര്യം അവര് 400 ഉറുപ്പ്യാണ് ഇപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് കൂട്ടിയത്. 10 കൊല്ലം കൊണ്ട് നമ്മളിപ്പോൾ കയറിയാൽ തന്നെ അന്നേരം ഇപ്പോൾ 2000 കൊടുക്കണം, 3000 ആക്കും. പെണ്ണുങ്ങൾക്ക് ബസ്സിലൊക്കെ യാത്ര ഫ്രീ ആണ്, KSRTC ബസ്സിൽ. അങ്ങനെ പോലെ ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. പണിയില്ലാത്തവർക്ക് 5 ലക്ഷം റുപ്യ വായ്പ കൊടുക്കും പെൻഷൻ ഇല്ലാതെ. മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതി വരുന്നുണ്ട്. അതുപോലെ ഇൻഷുറൻസ് 25 ലക്ഷത്തിന് ഇൻഷുറൻസ്, അത് ഈ ഹോസ്പിറ്റലിലൊക്കെ വന്നാൽ സഹായം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഗവൺമെന്റ് വന്നാൽ ഉണ്ടാവും. നിങ്ങൾ ഈ ഗവൺമെന്റ് വരാൻ വേണ്ടി കോണിക്ക് വോട്ട് ചെയ്യണം. നമ്മളെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ജയിപ്പിക്കണം കേട്ടാ. കള്ളത്തരം പറയുക, കള്ളത്തരം കാണിക്കുക, കളവ് ചെയ്യുക, അതുപോലെ എന്ത് അസന്മാർഗിക പ്രവൃത്തികൾ ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ ഇബിലീസ് ആണെന്നാണ് നമ്മൾ പറയാറ്. ഇബിലീസിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റുകളിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നവരെയും ഇബിലീസ് എന്ന് തന്നെ വിളിക്കാം. താടിയും വെച്ച് വെള്ള ഷർട്ടും ഇട്ടിട്ട് ഓരോ വീടുകളിലും കയറി 4 വോട്ടിന് വേണ്ടി പറഞ്ഞ കള്ളത്തരങ്ങൾ നിങ്ങൾ കേട്ടതാണ്. നമുക്കറിയാം, 2016 ഉമ്മൻചാണ്ടി സർക്കാർ നേതൃത്വം കൊടുത്ത UDF ഭരണം അവസാനിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പെൻഷൻ 600 രൂപയായിരുന്നു. അതും 18 മാസം മുടങ്ങിക്കിടന്നത്. 2016 മെയ് മാസം അധികാരത്തിലേറിയ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമാണ് 600 രൂപ പെൻഷൻ 1500 ആക്കുകയും പിന്നീട് അത് 1600 രൂപയാക്കുകയും ആ 18 മാസം മുടക്കമുണ്ടായിരുന്നത് മുടക്കം തീർത്ത് കൊടുക്കുകയും ഇപ്പോൾ 2000 രൂപയാക്കി കൊടുത്തതും. എന്നിട്ടും വയസ്സാം കാലത്ത് ദിക്റും ചൊല്ലി സലാത്തും ചൊല്ലി വീട്ടിലിരുന്ന് പേരക്കുട്ടികളെ കളിപ്പിക്കേണ്ട പ്രായത്തിൽ ഓരോ വീടുകളിലും ചെന്നിട്ട് താൻ പറയുന്നത് നുണയാണെന്ന് അറിഞ്ഞിട്ടും ആ നുണ അറിഞ്ഞുകൊണ്ട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ളവരെ ഇബിലീസ് എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ 10 വർഷം കൊണ്ട് 400 രൂപയാണ് പെൻഷൻ കൂട്ടിയതെന്ന്. അതായത് ആ ഹിമാറ് പറഞ്ഞു വയ്ക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ 1600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ്. എന്ത് തെമ്മാടിത്തരമാണ്, എന്ത് രാഷ്ട്രീയ നെറികേടാണ്. ലീഗുകാരെന്നും നല്ലത് പറഞ്ഞ് ഇലക്ഷനെ നേരിട്ടിട്ടില്ല. അവര് നേർവഴിക്ക് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടില്ല. ഒന്നിലെ വർഗീയത പറയുക, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ നാദാപുരത്തെ നസീമമാരെ സൃഷ്ടിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിൽ ഉള്ള വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുക. ഇങ്ങനെയേ ഈ പറയുന്ന ലീഗ് നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തലച്ചോറില്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഇങ്ങനെ കള്ളം പറയുന്നവർ അധികാരത്തിലേറിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടും ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നിങ്ങൾ അവരെ ഇപ്പോഴും വിശ്വസിക്കുന്നുവെങ്കിൽ നാളെ മുസ്ലിം സമൂഹം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാലിനെ നിങ്ങൾ പിൻപറ്റും. ഇത്രയും വലിയ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും നിങ്ങൾ ഇവരെ പിൻപറ്റുന്നുവെങ്കിൽ നാളെ ദജ്ജാല് ഇറങ്ങിയിട്ട് ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആ ദജ്ജാലിനെയും നിങ്ങൾ പിൻപറ്റും. കാരണം ദജ്ജാൽ ഒരു മനുഷ്യനെ 2ആയിട്ട് പിളർത്തിയിട്ട് ഒട്ടിച്ചേർക്കും. ദജ്ജാൽ ആകാശത്തുനിന്ന് തീമഴ പെയ്യിപ്പിക്കും, കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും. ഇമാതിരി അമാനുഷിക ശക്തികളൊക്കെ ഒരുപക്ഷെ കണ്ടാൽ ലീഗിന് വോട്ട് ചെയ്യുന്നവർ വിചാരിക്കും, പടച്ചോനെ ഇത് തന്നെയാണ് പടച്ചോനെന്ന്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്നും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ലീഗിന്റെ ആശയങ്ങളിൽ വെള്ളം ചേർക്കുകയാണെന്നും തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാതെ അവര് പറയുന്നതാണ് വേദവാക്യമെന്ന് ചിന്തിച്ച് അവർക്ക് വോട്ട് കൊടുത്ത് അവരെ അധികാരത്തിലേറ്റി സകല തിന്മകൾക്കും കൂട്ടുനിൽക്കുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് പിന്നെ എന്താണ് പറയേണ്ടത്? ഞാനിത് മനസ്സിൽ തട്ടി പറയുന്ന കാര്യമാണ്. കാരണം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹ് ഖുർആനിൽ പറയുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ തലച്ചോർ ആരുടെയൊക്കെയോ കാൽക്കീഴിൽ കൊണ്ട് പണയം വെച്ചിരിക്കുന്നു. എന്തായാലും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും ആ താടി വെച്ച് വെള്ള ഷർട്ടുമിട്ട് വീട് വീടാന്തരം കയറി ഇബിലീസിന്റെ പണിയെടുക്കുന്ന ആ പച്ച നുണയനോട് പറയാനുള്ളത്, മരിച്ച് കബറിൽ പോയി കിടക്കാനുള്ളതല്ലേ കിളവാ. ദിക്റും ചൊല്ലി സലാത്തും ചൊല്ലി വീട്ടിലിരിക്കാൻ നോക്ക്. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെ പച്ച കള്ളം പ്രചരിപ്പിക്കരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.